ഹലോ വെൽക്കം ടു റെഡ് ഷോർട്ട് ടോക്സ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു മാർക്കറ്റ് വിശകലന റിപ്പോർട്ടാണ്. അതെ. വിഷയം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നിഫ്റ്റി 50 ഇന്നലെ, അതായത് സെപ്റ്റംബർ 4, 2025 എന്താണ് സംഭവിച്ചത്, പിന്നെ ഈ റിപ്പോർട്ട് വെച്ച് നാളേക്ക് സെപ്റ്റംബർ 5 എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത് എന്ന്. അതാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. നമ്മൾ ഈ ചർച്ചയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നത് നിങ്ങൾ തന്ന ഈ ടെക്നിക്കൽ അനാലിസിസ് റിപ്പോർട്ടിലാണ്. നിഫ്റ്റി 50യുടെ ചാർട്ടും മറ്റു ഡേറ്റയും വെച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, ഇന്നലത്തെ മാർക്കറ്റ് മൂവ്മെന്റ്സിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച്, പിന്നെ നാളേക്ക് ഏതൊക്കെ വില നിലവാരങ്ങളാണ് പ്രധാനം. അതെ. അതുപോലെ ഈ ഡേറ്റ വെച്ച് എന്തുതരം സാധ്യതകളാണ് ഈ വിശകലനം കാണുന്നത്. ഒന്നോർക്കണം, നമ്മൾ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതൊരു ട്രേഡിംഗ് ഉപദേശമല്ല. തീർച്ചയായും. അപ്പോ നമുക്ക് തുടങ്ങാം. ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം? ഓക്കെ. ഇന്നലെ സെപ്റ്റംബർ 4 തുടക്കത്തിൽ മാർക്കറ്റ് ഒന്ന് കയറാൻ നോക്കി. അത് ശരിയാണ്. പക്ഷേ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഏകദേശം 24,975 എന്നൊരു ലെവൽ എത്തിയപ്പോൾ അവിടെ കാര്യങ്ങൾ മാറി. 24,975 എന്തു പറ്റി? അവിടെ നല്ല വിൽപ്പന വന്നു. സെല്ലിംഗ് പ്രഷർ. ഈ റിപ്പോർട്ടിൽ അതിനെ സപ്ലൈ സോൺ അല്ലെങ്കിൽ വിതരണ മേഖല എന്നാണ് പറയുന്നത്. അതായത് വിൽക്കാൻ റെഡിയായി കൂടുതൽ ആൾക്കാർ വന്ന ഒരു സ്ഥലം. ആ ഒരു തടസ്സത്തിന് ശേഷം എങ്ങനെയായിരുന്നു മാർക്കറ്റ്? അതെ, അവിടെ തട്ടിയ ശേഷം റിപ്പോർട്ട് പറയുന്നത് ഒരു പ്രധാന മാറ്റമാണ്. നിഫ്റ്റി പിന്നെ തുടർച്ചയായി ലോവർ ഹൈസ് ലോവർ ലോസ് എന്ന പാറ്റേൺ ഉണ്ടാക്കി. ഓഹോ, ലോവർ ഹൈസ് ലോവർ ലോസ്. അതെ. സിംപിളായി പറഞ്ഞാൽ ഓരോ തവണ മുകളിലേക്ക് പോകുമ്പോഴും ആദ്യ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. താഴേക്ക് വരുമ്പോഴോ ആദ്യ ലോയേക്കാളും താഴെ പോയി. ഇത് ഷോർട്ട് ടേമിൽ ഒരു വീക്ക്നെസ് കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആ രാവിലത്തെ ഒരു പോസിറ്റീവ് മൊമെന്റം അത് പോയി. ശരി. അങ്ങനെ അവസാനം ക്ലോസ് ചെയ്തത് 24,739 റിപ്പോർട്ടിലുണ്ട്. ഈ അനാലിസിസിൽ ചില പ്രത്യേക വില നിലവാരങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലേ? ഏതൊക്കെയാണവ? ഉറപ്പായും. ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ മുകളിലെ സപ്ലൈ സോണാണ്. അത് 24,745 തൊട്ട് 24,775 വരെയാണ്. റിപ്പോർട്ടിൽ അത് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24,745, 24,775. അതെ. ഇന്നലെ ഈ ലെവലിൽ എത്തിയപ്പോ വില പലതവണ റിജക്റ്റായി. അതായത് മുകളിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. വിൽപ്പനക്കാർ താഴേക്ക് തള്ളി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണത്? ഈ സോണ് എന്തുകൊണ്ട് പ്രധാനമാവുന്നുവെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ 24,975 എന്ന ഹൈയേക്കാൾ താഴെയാണ് ഈ പുതിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സം വന്നിരിക്കുന്നത്. അതൊരു ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഓക്കെ. അപ്പോൾ നാളത്തേക്ക് ഈ 24,745, 775 ഒരു കീ റെസിസ്റ്റൻസ് ആയി ഈ റിപ്പോർട്ട് കാണുന്നു. ശരി. അങ്ങനെയെങ്കിൽ താഴെ എവിടെയാണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായി ഈ റിപ്പോർട്ട് പറയുന്നത്? താഴോട്ട് നോക്കുമ്പോൾ റിപ്പോർട്ടിൽ 3 പ്രധാന ഡിമാൻഡ് സോണുകൾ പറയുന്നുണ്ട്. അതായത് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. അവ ഒരു ഗ്രൂപ്പായി കാണാം. ഓക്കെ. ഒന്നാമത്തേത് 24,675, 24,625. രണ്ടാമത്തെ സോൺ 24,575, 24,525. ശരി. പിന്നെ മൂന്നാമത്തേത് 24,500, 24,475. ഈ ലെവൽസിലൊക്കെ വില എത്തുമ്പോൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ, അതായത് ബയേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. ഒരു സേഫ്റ്റി നെറ്റ് പോലെ. ഈ പറയുന്ന റെസിസ്റ്റൻസും സപ്പോർട്ടുമൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ സഹായിക്കുന്ന വോള്യം ഡേറ്റയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ റിപ്പോർട്ടിൽ? ഉണ്ട്. അത് പ്രധാനമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ആ മുകളിലെ റെസിസ്റ്റൻസ് ഏരിയയിൽ, അതായത് 24,745, 775 അതിനു മുകളിലും ഇന്നലെ ട്രേഡ് നടന്നപ്പോൾ നല്ല സെല്ലിംഗ് വോളിയം കാണിച്ചു. ഓഹോ, വിൽപ്പന കൂടുതലായിരുന്നു. അതെ. പക്ഷെ താഴത്തെ സപ്പോർട്ട് സോണിനടുത്ത് വില വന്നപ്പോൾ വാങ്ങൽ വോളിയം അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഒരു മിതമായ അളവിലേ ഉണ്ടായിരുന്നുള്ളൂ.
ഇത് ഈ റിപ്പോർട്ട് പ്രകാരം സെല്ലേഴ്സിന് കുറച്ചുകൂടി ഒരു മുൻതൂക്കമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വോള്യം അല്ലാതെ മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് RSI പോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്. RSIനെ കുറിച്ചും പറയുന്നുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 5 മിനിറ്റ് ചാർട്ടിൽ RSI ഏകദേശം 44.5 ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 44.5 അത് 50-ന് താഴെയാണല്ലോ. സാധ്യതയാണ് കാണിക്കുന്നത്. പെട്ടെന്നൊരു വലിയ മുന്നേറ്റത്തിനുള്ള ഒരു എനർജി കുറവാണ് എന്നുള്ള സൂചനയാണ് ഈ റിപ്പോർട്ട് RSIയിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഒരു ചിത്രം ഏകദേശം ക്ലിയറായി. ഈ റിപ്പോർട്ട് പ്രകാരം രാവിലെ ഒരു ശ്രമം അത് 24,975 തട്ടി നിന്നു, പിന്നെ താഴോട്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന തടസ്സം 24,745, 775, താഴെ 24,675, 625 മുതൽ സപ്പോർട്ടുണ്ട്. വോളിയം സെല്ലേഴ്സിനെ കുറച്ച് ഫേവർ ചെയ്യുന്നു. RSI 50-ന് താഴെ. ഇത്രയും വെച്ച് നാളേക്ക് സെപ്റ്റംബർ 5-ലേക്ക് ഈ റിപ്പോർട്ട് എന്ത് സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ശരി, റിപ്പോർട്ട് പ്രധാനമായും 2 സിനാരിയോസ് ആണ് പറയുന്നത് ഈ ലെവൽസ് വെച്ചിട്ട്. 1, വില മുകളിലേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ്, ലോങ് സെറ്റപ്പ്. 2, വില താഴേക്ക് പോകാനുള്ള സെറ്റപ്പ്, ഷോർട്ട് സെറ്റപ്പ്. നമുക്കാദ്യം മുകളിലേക്കുള്ള സാധ്യത നോക്കാം. ലോങ് സെറ്റപ്പ് അതെപ്പോഴാണ് ഈ റിപ്പോർട്ട് പ്രകാരം വരാൻ സാധ്യത? റിപ്പോർട്ട് പറയുന്നത് മുകളിലേക്കുള്ള ഒരു നീക്കത്തിന് സാധ്യത വരുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. ആദ്യത്തേത് വില 24,625, 24,675 എന്ന ആ ഡിമാൻഡ് സോണിൽ എത്തുക, അവിടെ പിടിച്ചു നിൽക്കുക, എന്നിട്ട് തിരിച്ചു കയറുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, അല്ലെങ്കിൽ RSI തിരിച്ച് 50-ന് മുകളിലേക്ക് വരുന്നത്, അങ്ങനെയൊക്കെ. അതായത് ആ സപ്പോർട്ട് സോണിൽ ബയേഴ്സ് സ്ട്രോങ് ആയി വരുന്നു എന്ന് കണ്ടാൽ. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാൽ എവിടം വരെ പോകാമെന്നാണ് ടാർഗറ്റ് പറയുന്നത്? ആ സാഹചര്യത്തിൽ റിപ്പോർട്ട് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റ് 24,725 ആണ്. അതും കടന്നാൽ അടുത്ത ടാർഗറ്റ് T2 24,775 വരെയാകാം. നമ്മുടെ റെസിസ്റ്റൻസ് സോൺ വരെ. അതെ, ആ പ്രധാന റെസിസ്റ്റൻസ് സോൺ. അങ്ങനെ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 24,600-ന് താഴെ വെക്കണം എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ 24,600 ഇന്നലത്തെ ഒരു പ്രധാന ലോ ആയിരുന്നു. ഇത് ഒരു സിനാരിയോ. ഇനി വേറെ രീതിയിൽ മുകളിലേക്ക് പോകാൻ സാധ്യത പറയുന്നുണ്ടോ? ഉണ്ട്. റിപ്പോർട്ട് അതിനെ അഗ്രസീവ് ലോങ് എന്നാണ് പറയുന്നത്. അതായത് നിഫ്റ്റി ആ പ്രധാന റെസിസ്റ്റൻസ് ആയ 24,775 എന്ന ലെവൽ നല്ല വോള്യത്തോടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ. ഓക്കെ, ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ. അതെ, അങ്ങനെ വന്നാൽ അതൊരു ബ്രേക്ക് ഔട്ടായി കണക്കാക്കാം. അപ്പോൾ അടുത്ത ടാർഗറ്റ്സ് 24,850, 24,900 റേഞ്ചിലേക്കാകാമെന്നും ഈ അനാലിസിസ് പറയുന്നു. പക്ഷേ ആ 24,775 നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. അത് പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോങ് സൈഡിൽ ഈ റിപ്പോർട്ട് പ്രകാരം 2 ഓപ്ഷൻസ്. ഒന്നുകിൽ പ്രധാന സപ്പോർട്ടിൽ 24,625, 675 ബൗൺസ് ചെയ്താൽ, അല്ലെങ്കിൽ പ്രധാന റെസിസ്റ്റൻസ് 24,775 ബ്രേക്ക് ചെയ്താൽ. ശരി, ഇനി താഴേക്കുള്ള സാധ്യതകൾ, അതായത് ഷോർട്ട് സെറ്റപ്പ്. എപ്പോഴാണ് വില താഴേക്ക് പോകാമെന്ന് ഈ റിപ്പോർട്ട് കരുതുന്നത്? ഷോർട്ട് സെറ്റപ്പിനും റിപ്പോർട്ട് ഇതുപോലെ 2 സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തേത് വില വീണ്ടും ആ 24,745, 24,775 എന്ന സപ്ലൈ സോണിലേക്ക് തന്നെ വരിക, എന്നിട്ട് അവിടെ വീണ്ടും റിജക്റ്റ് ആവുക. ഇന്നലെ സംഭവിച്ച പോലെ. അതെ, ആ റെസിസ്റ്റൻസ് കടക്കാൻ പറ്റാതെ താഴോട്ട് തിരിയുന്ന ലക്ഷണം കണ്ടാൽ ഇവിടെ ഒരു ചോദ്യം വരും. ഈ റെസിസ്റ്റൻസ് നാളെയും പിടിച്ചു നിൽക്കുമോ? ഇന്നലത്തെ പോലെ സെല്ലേഴ്സ് അവിടെ വീണ്ടും സ്ട്രോങ് ആകുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു ഷോർട്ട് ചെയ്യാനുള്ള അവസരമായി ഈ റിപ്പോർട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ താഴേക്ക് വന്നാൽ എവിടം വരെ എത്താം ടാർഗറ്റ്സ്? ആ റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് വന്നാൽ റിപ്പോർട്ട് പ്രകാരം ഫസ്റ്റ് ടാർഗറ്റ് T1 24,675 ആണ്. അതും ബ്രേക്ക് ചെയ്താൽ അടുത്തത് T2 24,625, പിന്നെ T3 24,525 വരെ താഴേക്ക് ലക്ഷ്യങ്ങൾ വെക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആ റെസിസ്റ്റൻസിന് മുകളിൽ, അതായത് 24,800-ന് മുകളിലായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോ കാര്യമായിട്ട് താഴേക്ക് പോയാലോ? ഒരു ബ്രേക്ക് ഡൗൺ സിനാരിയോ? അതും റിപ്പോർട്ടിലുണ്ട്. ബ്രേക്ക് ഡൗൺ ഷോർട്ട് എന്ന് പറയാം. അതായത് വില 24,600 എന്ന ആ പ്രധാന സപ്പോർട്ട് ലെവൽ
ഇന്നലത്തെ ഒരു ലോ കൂടിയാണത്. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ 24,600 ബ്രേക്ക് ചെയ്താൽ അതെ, അതൊരു വീക്ക്നെസിന്റെ സൂചനയായി കണ്ട് അടുത്ത പ്രധാന ലക്ഷ്യം 24,525, 24,475 എന്ന ഡിമാൻഡ് സോൺ ആയിരിക്കുമെന്നും ഈ അനാലിസിസ് പറയുന്നു. അപ്പോൾ ഷോർട്ട് സൈഡിലും ക്ലിയർ ആണ്. ഒന്നുകിൽ റെസിസ്റ്റൻസിൽ 24,745, 775 തട്ടി താഴേക്ക് വന്നാൽ, അല്ലെങ്കിൽ പ്രധാന സപ്പോർട്ട് 24,600 ബ്രേക്ക് ചെയ്താൽ. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാളത്തേക്കുള്ള ഒരു ജനറൽ വ്യൂ എന്താണ് ഈ റിപ്പോർട്ട് നൽകുന്നത്? കൂടുതൽ സാധ്യത മുകളിലേക്കാണോ താഴേക്കാണോ? നാളത്തേക്കുള്ള സെപ്റ്റംബർ 5 ഒരു ഓവറോൾ നിഗമനം റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നിഫ്റ്റി 24,775 എന്ന ആ കീ റെസിസ്റ്റൻസ് ലെവലിന് താഴെ ട്രേഡ് ചെയ്യുന്നിടത്തോളം സാധ്യത ബെയറിഷ് താഴ്ച അല്ലെങ്കിൽ ന്യൂട്രൽ ഒരു റേഞ്ചിനുള്ളിൽ ആയിരിക്കും. ഓക്കെ, 24,775 താഴെ നിൽക്കുന്നിടത്തോളം അതെ, ആ ലെവൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാതെ ഒരു വലിയ അപ്പ് മൂവ് ഈ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല. അതിന് താഴെ നിൽക്കുമ്പോൾ വില ഒന്നുകിൽ ഒരു റേഞ്ചിനുള്ളിൽ കളിക്കാം, അല്ലെങ്കിൽ താഴെയുള്ള സപ്പോർട്ട് ലെവൽസിനെ ടെസ്റ്റ് ചെയ്യാൻ പോകാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സപ്ലൈ സോണിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നു, അല്ലേ? ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രാക്ടിക്കൽ ടിപ്സ് എടുക്കാനുണ്ടോ? ഉണ്ട്. ഇൻട്രാഡേ ട്രേഡേഴ്സിനുള്ള ചില നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും നോക്കേണ്ടത് ആ സപ്ലൈ സോൺ 24,745, 775 ആണ്. അതിനടുത്ത് ഷോർട്ട് എൻട്രികൾ നോക്കാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അവിടെ വിൽക്കാൻ അവസരം നോക്കുക. അതെ. 2, താഴെയുള്ള ഡിമാൻഡ് സോണുകൾ. ഉദാഹരണത്തിന് 24,675, 625. അതിനടുത്തെത്തുമ്പോൾ ചെറിയ ലാഭത്തിനു വേണ്ടിയുള്ള ഫാസ്റ്റ് ട്രേഡുകൾ നോക്കാം. ക്വിക്ക് സ്കാൽപ്സ് എന്നു പറയില്ലേ? സ്കാൽപ്പിംഗ്. അതെ, ചെറിയ പോയിന്റിനു വേണ്ടി വേഗത്തിലെടുത്ത് മാറുന്ന ട്രേഡുകൾ. മൂന്നാമതൊരു പ്രധാന ഉപദേശം, ഈ 2 സോണുകൾക്കും ഇടയിലുള്ള റേഞ്ചില്, അതായത് ഏകദേശം 24,675 24,725 ഇടയിൽ അവിടെ ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറയുന്നു. എന്തുകൊണ്ട്? കാരണം റിപ്പോർട്ട് പ്രകാരം അവിടെ ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വില അങ്ങോട്ടോ ഇങ്ങോട്ടോ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഒരു ചോപ്പി സോൺ ആയിരിക്കാം. വളരെ ക്ലിയർ. അപ്പോൾ നാളത്തെ കളി മുഴുവൻ ഈ റിപ്പോർട്ട് പ്രകാരം ഈ 2 പ്രധാന ലെവൽസിനെ ആശ്രയിച്ചിരിക്കും. മുകളിൽ 24,775 റെസിസ്റ്റൻസ്, താഴെ 24,600 സപ്പോർട്ട്. ഇത് രണ്ടിൽ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ അനാലിസിസ് പറയുന്നു. അതെ, അതാണ് ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കീ ഡിസിഷൻ പോയിന്റ്സ്. ആ ലെവൽസിൽ എത്തുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ മാർക്കറ്റിന്റെ ഒരു ഗതി എന്നാണ് ഈ വിശകലനം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് വിശദമായി തന്നെ നോക്കി. പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്നലെ സെപ്റ്റംബർ 4 നിഫ്റ്റി ഒരു പ്രധാന റെസിസ്റ്റൻസിൽ അട്ടിവീണു. നാളേക്ക് സെപ്റ്റംബർ 5 ഈ റിപ്പോർട്ട് പ്രകാരം കീ ലെവൽസ്. മുകളിലെ തടസ്സം 24,745, 775, താഴെ ആദ്യ സപ്പോർട്ട് 24,675, 625, അതിലും താഴെ പ്രധാന സപ്പോർട്ട് 24,600. ഈ ലെവൽസ് വെച്ച് 2 സാധ്യതകൾ: സപ്പോർട്ടിൽ ബൗൺസായാൽ, അല്ലെങ്കിൽ 775 ബ്രേക്ക് ചെയ്താൽ ലോങ്, റെസിസ്റ്റൻസിൽ തട്ടിയാൽ, അല്ലെങ്കിൽ 600 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്. അതെ, കറക്റ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ അനാലിസിസ് മുഴുവനും സെപ്റ്റംബർ 4 വരെയുള്ള ഡേറ്റയും ഈ ഒരു പ്രത്യേക റിപ്പോർട്ടിലെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം വെച്ചുള്ളതാണ്. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ശരിയാണ്. പുതിയ ന്യൂസ് വരാം, ഗ്ലോബൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരാം, അങ്ങനെ പലതും ഇതിനെ ബാധിക്കാം. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലെ പ്രവചനങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമെന്നതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കാമെന്നതിന്റെ ലോജിക് മനസ്സിലാക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ലെവൽസ് പ്രധാനം, ഈ പാറ്റേൺ എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമ്മൾ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അപ്പോ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഒരു അവസാന ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ. ഈ അനാലിസിസ് ഇത്രയും ഊന്നൽ നൽകുന്ന ആ 24,775 എന്ന റെസിസ്റ്റൻസ് ലെവൽ, നാളെ അത് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്ക് പറ്റുമോ?
അങ്ങനെ പറ്റിയാൽ അത് ശരിക്കും ഒരു പുതിയ റാലിയുടെ തുടക്കമാകുമോ? അതോ സെല്ലേഴ്സ് വീണ്ടും അവിടെ വന്ന് അതിനൊരു താൽക്കാലിക തടസ്സം മാത്രമാക്കി മാറ്റുമോ? ഈ റിപ്പോർട്ട് തരുന്ന സിഗ്നൽസ് വെച്ച് ഈ ലെവൽസ് നാളെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ ലെവൽസ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവട്ടെ. നിങ്ങളുടെ സ്വന്തം അനാലിസിസിന് ഈ ചർച്ച ഒരു സഹായമായെന്ന് കരുതുന്നു. തീർച്ചയായും ഈ ഡിസ്കഷനിലെ പ്രധാന പോയിന്റ്സ് അടുത്ത ദിവസത്തെ മാർക്കറ്റ് നിരീക്ഷിക്കാൻ ഉപകാരപ്പെടും. ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം.